പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ. ശരിക്കും ഇത് ചിന്തിക്കേണ്ട, ഇരുന്ന് വിലയിരുത്തേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഒരു പാട്ടിനേക്കാൾ അപ്പുറമായി ഇത് നമ്മളോട് നമ്മൾ ചോദിക്കണം. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, യേശുവെ നിന്നെ പോലെ വേറൊരു ദൈവം ഉണ്ടോ? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അങ്ങോട്ട് പലരും ദൈവത്തെ തേടി പോകുമ്പോൾ, ദൈവത്തെ അന്വേഷിച്ചു പോകുമ്പോൾ, ദൈവം നമ്മെ തേടി, നമ്മെ തിരക്കി നമ്മുടെ അരികിലേക്ക് വന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവം മനുഷ്യനോട് കൂടെ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനോട് കൂടെ നടന്നു, മനുഷ്യനെ മനസ്സിലാക്കി, അവന്റെ ജീവിതത്തിന് വേണ്ടതൊക്കെയും കരുതി പ്രദാനം ചെയ്തു, അവന്റെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നൽകി, ഏറ്റവും ഒടുവിൽ എന്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ വിമോചനത്തിനായും ശാപങ്ങളുടെ പരിഹാരത്തിനായും കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ നമ്മെ നീതീകരിക്കേണ്ടതിന് മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. ഇനി തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ, തന്നെ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ മേഘാരൂഢനായി ഈ കർത്താവായ യേശു ക്രിസ്തു വേഗം മടങ്ങി വരുന്നു. അങ്ങേപ്പോലെ യേശുവെ ആരുണ്ട് ഈ ലോകത്തിൽ സ്നേഹിക്കാൻ, കരുതാൻ, പരിപാലിക്കാൻ, നിത്യജീവൻ തരാൻ, നിത്യരക്ഷ തരാൻ, സൗഖ്യം തരാൻ, സമാധാനം തരാൻ, വിടുതൽ തരാൻ, നീതീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ നൽകാൻ, പ്രാർത്ഥന കേൾക്കാൻ, പരിപാലിക്കാൻ, ശാപം അനുഗ്രഹമാക്കാൻ, തകർച്ച ഉയർച്ചയാക്കാൻ, ബന്ധന വിമോചനമാക്കാൻ അങ്ങേപ്പോലെ ആരുണ്ട് കർത്താവേ? അങ്ങയ്ക്ക് തുല്യമായി ഈ ലോകത്തിൽ മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ലപ്പാ. വിളിച്ചാൽ അരികിൽ വരുന്നവൻ, അല്ലേ? യശയ്യാപ്രവാചകന്റെ പുസ്തകം 59-1-ാം വാക്യം പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല. മത്തായി 7:7 ബൈബിൾ പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, യാചിച്ചാൽ നൽകുന്ന, പ്രാർത്ഥിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, കരഞ്ഞാൽ കണ്ണുനീര് തുടയ്ക്കുന്ന ഈ കർത്താവിനെ ഉപമിക്കാൻ എന്തിനോടൊക്കെ കഴിയും? ഒന്നിനോടും കഴിയില്ല പ്രിയപ്പെട്ടവരെ. എന്റെ വർണ്ണനകൾക്കും എന്റെ ഭാവനകൾക്കും എന്റെ നിങ്ങളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് യേശു. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതമാണ്! അന്ധന്റെ കണ്ണ് തുറന്ന, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, കടലിന്റെ മുകളിലൂടെ ഒക്കെ നടന്ന ഈ അത്ഭുതത്തിന്റെ കർത്താവ് ഇന്ന് മോർച്ചറിയിലോ കല്ലറയിലോ കബറിലോ എങ്ങല്ല പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിലോ കണ്ണാടിക്കൂട്ടിലോ ഒന്നും അല്ല. ഈ യേശു ഇന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസവും പ്രാർത്ഥിച്ചപ്പോൾ ചെവി കേൾക്കാൻ മേലാത്തവരുടെ ചെവി യേശു തുറന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു, സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞ് സംസാരിച്ചു, നടക്കാൻ കഴിയാതെ വണ്ടിക്കകത്ത് എടുത്തോണ്ട് വന്ന് കൊണ്ട് കിടത്തിയതൊക്കെ എഴുന്നേറ്റ് നടന്നു. ഈ ദൈവം ഇന്നും അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു, ഇന്ന് സൗഖ്യമാക്കുന്നു, ഇന്നും വിടുതലുകളെ നൽകുന്നു. ഈ പാടിയ വരികൾ എത്ര ശക്തമാണ്! യേശുവേ, അങ്ങേപ്പോലെ ആരുള്ളൂ ഈ ലോകത്തിൽ? അതുകൊണ്ട് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ വരികൾ നിങ്ങൾ കേട്ടപ്പോൾ എത്ര പേർക്ക് ആ ആരാധന, അങ്ങയ്ക്ക് ആരാധന എന്ന കോറസിന്റെ മുൻപിൽ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് ഒന്ന് പാടാൻ പറ്റി? ഇന്ന് ഈ മെസ്സേജ് കഴിയുമ്പോൾ ഒരിക്കൽ കൂടെ ആ വരികൾ, അങ്ങയ്ക്ക് ആരാധന, യേശുവെ അങ്ങയ്ക്ക് ആരാധന എന്ന വരികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയുമോ? 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ നിലത്ത് താഴ്ത്തിയിട്ട് അവർ വീണ് കിടന്ന് പറയുന്നു, കുഞ്ഞാടേ നീ ആരാധനയ്ക്ക് യോഗ്യൻ. സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, ഒരുവനോടൊരുവൻ പറയുന്നു, അവിടുന്ന് പരിശുദ്ധൻ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുവിന് തുല്യനായി ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായി ഈ ഉലകത്തിൽ ആരുമില്ല. എന്റെ യേശു ആരിലും ഉന്നതൻ. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം, ആരാധന യേശുവേ അങ്ങയ്ക്ക് ആരാധന. ആരാധന അങ്ങയ്ക്ക്